അങ്ങനെ രക്തരക്ഷസ് കണ്ടതിൻ്റെ ഇമ്പാക്റ്റിൽ നിൽക്കുകയാണ് നമ്മളെല്ലാവരും. എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഒരുപാട് നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് ചിലപ്പോൾ നാടകം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പ്രോഗ്രാം തുടങ്ങുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ നാടകങ്ങളും നാടകക്കാരെയും എല്ലാം പേഴ്സണലി എനിക്കറിയാം. എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടകം എന്തുകൊണ്ട് നിന്നുപോയി. ഓരോ കല ഉണ്ടല്ലോ, ഓരോ കലകൾ നിൽക്കുന്നത് അത് അപ്ഡേറ്റഡ് ആകാത്തത് കൊണ്ട് മാത്രമാണ്. ഈ ഒരു എന്താ പറയുക, ഇത്രയും കൊല്ലം മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു നാടകമാണ്. പക്ഷേ ഇത് ന്യൂജൻ ആളുകൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ആളുകൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളാണെങ്കിലും, ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളാണെങ്കിലും, പെർഫോമൻസസ് ആണെങ്കിലും, ആർട്ടാണെങ്കിലും അത് അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം തന്നെയാണ്. വിത്തിൻ സെക്കൻഡ്സിൽ എല്ലാം ഫ്ലൈറ്റ് നിങ്ങൾക്ക് കാണാം, കാർ സ്റ്റേജിലേക്ക് വരുന്നത് കാണാം, ഒരുപാട് എന്താ പറയുക അത്ഭുതങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു പുതിയ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന എന്താ പറയുക അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഉള്ളതുകൊണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു സോഹൻ റോയ് എന്ന് പറയുന്ന ഒരു നിർമ്മാതാവും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് എന്താ പറയുക ജനങ്ങളിലേക്ക് ഇത്രയും ജനകീയമായിട്ട് എത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, പൈസ മുടക്കാൻ ആളുണ്ടെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ഇനിയും കലാനിലയത്തിൽ നിന്നും പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും എല്ലാ ടെക്നീഷ്യൻസിനും അതുപോലെ അഭിനയിച്ച ആളുകൾക്കെല്ലാം നേരുകയാണ്.